ഹലോ. അപ്പോൾ ഇന്ന് ഇവിടെ പോകുമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അതിന് വേണ്ടി കെട്ടി ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ 3 പേരാണ് കേട്ടോ പോണേ. ഞാനും എൻ്റെ ബ്രദറും പിന്നെ എൻ്റെ അമ്മയും കൂടിയായിട്ട് പോണേ. പിന്നെ കുഞ്ഞുണ്ട് കേട്ടോ. ആക്ച്വലി നല്ല ദൂരമുണ്ട് കേട്ടോ. 1.5-2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലുകളും ഉണ്ട് നമ്മുടെ കയ്യിൽ. അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് പഴവും അങ്ങനെ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു മാത്രമല്ല, ബാക്കി 3 കുഞ്ഞുങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. പിന്നെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റബ്ബറൊക്കെയാണ് കേട്ടോ. ആ സൈഡിൽ ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും റബ്ബറും അങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ വീട്ടിലെ കഥാനായിക തുമ്പിമോൾ. പിന്നെ ചേട്ടൻ വന്ന സന്തോഷത്തിൽ അവിടെ നിൽക്കുന്നതല്ല, അവൻ തൊപ്പി അടിച്ചു വരാൻ നോക്കുന്നതാണ്. പിന്നെ അവിടെ നമ്മൾ വരുന്നതിൻ്റെ സ്പെഷ്യലായിട്ട് എൻ്റെ അനിയത്തി ചിക്കൻ കറിയൊക്കെ വെച്ചു. അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളത് വിശ്വസിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ എന്താണ് പണി, ഞാൻ അവിടെ നിന്ന് ചുമ്മാ ഒരേ പോസും കൊടുത്ത് വീഡിയോസൊക്കെ എടുത്തിരുന്നത് അവളാണ്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ റെഡിയായപ്പോൾ പിള്ളേർക്ക് ഞാനാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഓക്കെയാണ്. പക്ഷേ ഈ കൊടുത്ത ഫുഡിനെ വായി വെച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കും. ദാ പോണേ ഈ ഐറ്റം അതാണ്. അതിൻ്റെ അടുത്ത് വിളിച്ചാണെങ്കിൽ എനിക്ക് വയ്യ. ആകെപ്പാടെ തുമ്പി മാത്രമാണ് കഴിച്ചത്. ബാക്കി 2 വായിൽ വെച്ചും കൊണ്ട് ഇങ്ങനെ നടപ്പായിരുന്നു. പിന്നെ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ടേൺ ആയി കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ കുശാലായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ആ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ വാർത്തെറിയുന്നത്, തുമ്പിക്കുട്ടിക്ക് പെട്ടെന്ന് തന്നെ വയറുവേദന വന്നിരിക്കുന്നു. അതെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വയറുവേദനയൊക്കെ അറിഞ്ഞു. പിന്നെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്തത് അമ്മയ്ക്ക് ഇതൊന്ന് വീണ വേദന മോക്ക് വയറുവേദനയെന്ന്, അങ്ങനൊരു സംഭവം. അതേ പരിപാടിയാണ്. എൻ്റെ അമ്മ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരുത്തനാണെങ്കിൽ തല ചൊറിഞ്ഞ് നടക്കുകയാണ്, പാവം. 2 ദിവസമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇനി അതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കണം, അല്ലാതെ ഇനി മാറത്തൊന്നും ഇല്ലാണ്ട് ഈ ചൊറിഞ്ഞ് നടപ്പ് തന്നെയാണ്. പിന്നെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പൊതുവേ ഇവിടെ തണുപ്പാണ്, പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഒരു മഴയൊക്കെ പെയ്തപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മഴയൊക്കെ കണ്ട് അവിടെ ഇരിപ്പായി കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.